തെപ്പിയേ എന്നാ തെപ്പി പരിപാടി എന്നാ എടുക്കുമായിരുന്നു ഇങ്ങനെ ഒരു മൂടോട്ട് പോലെ ഒന്നുമില്ല പറഞ്ഞിട്ടൊരു മൂടോട്ട് പോലെ എന്താ ഓട്ടല്ല എന്നാടി ഞാനൊരു കാര്യം ചെയ്തായിട്ട് എന്നാ നമ്മളിന്നലെ കണ്ട മാലല്ലേ അതെനിക്ക് വാങ്ങിത്തരാമോ? ഓഹോ അതിന്നായിട്ടുള്ള മാല നീ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ ഡയമണ്ടിന്റെ ഭയങ്കര കൊള്ളാലോ. വാങ്ങിത്തരാമോ? അയ്യോ അത് ഇച്ചിരി എക്സ്പെൻസീവ് അല്ലടി. പക്ഷെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അത്. ആണോ? അത് നല്ല സാധനം. പല പെൺകുട്ടികളും ആ മോഡൽ മാല ഇട്ട് നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആണോ? നല്ലതായിരുന്നു. പക്ഷെ നമ്മള് ഇപ്പൊ വേണോ? ഇപ്പൊ വേണോ? വേണം. നീ വേണമെന്നേ പറയത്രന്ന് എനിക്കറിയാം. പിന്നെ മേടിക്കാം. എന്താ പിന്നെ മേടിക്കാടി. എന്റെ ബർത്ത്ഡേ അല്ലേ? ബർത്ത്ഡേ വരുമ്പോഴോ അല്ല നമ്മുടെ വെഡിങ് അനുസരിക്കാം. ഇപ്പൊ മേടിക്കാം. അത് അപ്പോഴേക്കും ആ മോഡൽ അവിടെ പോയാലോ? ഓ ആ മോഡൽ വേറെ അടിപൊളി സാധനം വരും. പക്ഷെ എനിക്ക് അതാ ഇഷ്ടപ്പെട്ടെ. അതാ ഇഷ്ടപ്പെട്ടെ? വേറെ അടിപൊളി സാധനം വരും. ഇന്നല്ലേ നാളെ വേറെ സാധനം വരും. നമുക്ക് അപ്പോഴത്തെ പോരെ? എനിക്ക് വേണ്ട. നമുക്ക് നല്ല അടിപൊളി സാധനം എടുക്കാം. എനിക്ക് വേണ്ട. എന്താ വലിയ ദേഷ്യ വാങ്ങിത്തരാമോ? നോക്കട്ടെ നമുക്ക് ആലോചിക്കാം. ആലോചിച്ചാലല്ല ഞാട്ട് ആലോചിക്കാന്ന് പറഞ്ഞിട്ട് വാങ്ങിത്തരാമോ? ഇല്ലേ വാങ്ങിത്തരുന്നില്ല. പിന്നെ മേടിക്കാം. പിന്നെ മേടിക്കാം. നമുക്ക് മേടിക്കാം. എനിക്ക് വേണ്ട. വേണ്ട. The next day. ഏട്ടാ എന്നാടി നമുക്കൊരു ചലഞ്ച് ചെയ്താലോ? എന്നാ ചലഞ്ചാ? ഈ ചലഞ്ച് ചെയ്തിട്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്താലോ? ചലഞ്ച് ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിലാ? എന്താ ഇപ്പൊ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ടോ വീഡിയോസ്, ചലഞ്ചിങ് വീഡിയോസ്? ഇന്ന കാര്യം ഈ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഒരു പാത്രത്തിൽ കുറെ ഫുഡും കൊണ്ട് വന്നിട്ട് അത് കഴിച്ചിട്ട് ഓരോന്ന് കഴിക്കുമ്പോൾ 100 രൂപ 500 രൂപ എടുക്കാൻ. പിന്നെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് ഈ ക്വസ്റ്റ്യൻസിന് ആൻസർ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര പൈസ തരാന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ വീഡിയോസ് നമ്മള് നമ്മുടെ ഇത് ചെയ്ത പോലെ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി ചെയ്ത പോലെ. സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി ചലഞ്ചോ? അതുപോലെ അല്ല, ചലഞ്ചിങ് വീഡിയോ ചെയ്താലോ? എന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്താലോ? ചലഞ്ചിങ് വീഡിയോ എനിക്ക് മനസ്സിലായില്ല. എന്നിട്ട് നമ്മൾ ചെയ്യുന്നു അങ്ങനെ ഒരാളോട്. അപ്പൊ നമ്മൾ ആൾക്കാരോട് ചോദിക്കാൻ പോകുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് അവർ കറക്റ്റ് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പൈസ കൊടുക്കണ്ടേ? കൊടുക്കണം. നമ്മള് എല്ലാരും 100 200 ഒക്കെ വെച്ചിട്ടല്ലേ കൊടുക്കണേ? നമുക്കൊരു 1 ലക്ഷം കൊടുക്കണം. ആര് പൈസ തരുമോ? കൊടുക്കണം. അത് നമുക്ക് ഗവർണർ മുതലാളി എന്ന് വിളിച്ചാലോ? മുതലാളിയുടെ ഇച്ചിരി പൈസ മേടിച്ച് നമുക്ക് ഇങ്ങനെ ഗെയിം നടത്തിയാലോ? ഞാൻ എന്റെ അച്ഛനെ വെച്ചിട്ട് വീഡിയോ ഞാൻ ഏട്ടനെ വെച്ചിട്ട് വീഡിയോ അച്ഛനെ വെച്ച് ചെയ്യണ്ട. അച്ഛനെ പൈസ മേടിച്ചാൽ മതി. നമുക്ക് പറയാം അച്ഛൻ ഗെയിം നടത്താനെന്ന് പറയാം. ചലഞ്ച് ഗെയിം ഞാൻ പറയുന്നത് ചെയ്യാൻ പറ്റും. പറ. അതില് നമ്മള് ആൾക്കാരെ മീറ്റ് ചെയ്യുന്നു, അവരോട് പറയുന്നത് ചലഞ്ച് എന്ന് പറയുന്നത് പൈസ കൊടുക്കുന്നു. അപ്പൊ ആ പൈസ നല്ല എമൗണ്ട് 1 ലക്ഷമോ? അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 ലക്ഷം. എല്ലാരും 500 100 ഒക്കെ അല്ലേ? അതാ ഞാൻ പറഞ്ഞു എല്ലാരും 500 100 ഒക്കെ അല്ലേ? നമ്മളൊരു 1 ലക്ഷം കൊടുത്തോക്കാം. എന്റെ പൊന്നോ അത് ശരിയാവോ? ശരിയാവും. അത് പക്ഷേ ഏട്ടൻ എന്ത് ചെയ്യണം? എല്ലാരും പുറമെ നിന്ന് കാണുന്നവരല്ലേ? ഏട്ടൻ വന്നിട്ട് എന്നോട് ചോദിക്കണം, പൈസ എനിക്ക് തരണം. എന്നിട്ട് വീഡിയോ കഴിഞ്ഞ് കഴിഞ്ഞാൽ പൈസ ഞാൻ തിരിച്ചേട്ടൻ തരാം. എന്നാ കുഴപ്പമില്ല. അങ്ങനെ നമുക്ക് ചെയ്യാം. 1-2 ലക്ഷം വെച്ചേക്കാം. അങ്ങനെ ചെയ്യാം. അത് വേണ്ട, 1 ലക്ഷം മതി. അത് മതിയാ. Wait for the trap in next video.